ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. മനുഷ്യ ജീവിതം വാസ്തവത്തിൽ അതെങ്ങനെ പരിവർത്തനം വരുത്തണമെന്ന് വളരെ വ്യക്തമായ ശാസ്ത്രീയമായ ബോധമുള്ള ഋഷിവര്യന്മാരുടെ പരമ്പരയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഒരിക്കലും വഴിതെറ്റിച്ചിട്ടില്ല. നാം വഴിതെറ്റിപ്പോയത് ഇതര മതങ്ങൾ ഇവിടെ വന്ന് അവരുടേത് പ്രചരിപ്പിക്കുകയും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നാം ഒന്നും അറിയാതെ പോയതും കൊണ്ടുണ്ടായ ചില ദുരന്തങ്ങളാണ് ഇന്ന് ഭാരതം അനുഭവിക്കുന്നത്. വാസ്തവത്തിൽ ഈ ഭാരതത്തിൽ ഹൈന്ദവ ദർശനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ക്രിസ്തു മതമോ ഇസ്ലാം മതമോ വേരുപിടിക്കില്ലായിരുന്നു. ഇവിടെ പലർക്കും വന്ന് മതപരിവർത്തനം നടത്താൻ പറ്റിയത് ഇവിടുത്തെ ജാതി പ്രശ്നങ്ങൾ, എന്നാൽ ഇവിടെ മതപരമായ ഒരറിവും അന്നുള്ളവർക്കുണ്ടായിരുന്നില്ല. ഈ ദൗർബല്യങ്ങളൊക്കെയാണ് അന്ന് ഇതര മതപ്രചാരകന്മാർ മുതലെടുത്തത്. അതുകൊണ്ട് ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്യാൻ പറ്റി. ഇന്നിവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹവും ഇസ്ലാം സമൂഹവും 5 തലമുറകൾക്ക് മുമ്പ് ഹിന്ദുക്കളായിരുന്നു. അവരെല്ലാവരും ഹിന്ദുക്കളാണ്. ഹിന്ദു മതത്തിൽ നിന്നാണ് ഇവരാരും അറേബ്യൻ നാട്ടിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരോ അല്ല. എല്ലാം ഇവിടെ ഉള്ളവരാണ്. അപ്പോൾ ഇവിടെ ദാരിദ്ര്യമുണ്ടായിരുന്നു, ജാതി ഉണ്ടായിരുന്നു, ഹിന്ദു സംസ്കൃതിയെക്കുറിച്ച് അറിവും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പല മതങ്ങൾക്കും അവരുടെ പ്രചാരകന്മാർക്ക് ഇവിടെ വലിയൊരു സ്വാഗതവും സൗകര്യവും ഒരുക്കി കൊടുത്തു. അതിൽ ദരിദ്ര സമൂഹം മുഴുവൻ അവരുടെ കൂടി. പിന്നെ ഇസ്ലാം മതത്തിൽ നിങ്ങൾക്കറിയാം 921 പോലുള്ള മാപ്പിള ലഹളക്കാലത്ത് ഭീഷണി കൊണ്ടും ആയുധം കൊണ്ടൊക്കെ അവർ നിർബന്ധ മതപരിവർത്തനങ്ങൾ ഉണ്ടാക്കി. അതൊക്കെ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഏതായാലും ഹിന്ദു സംസ്കൃതി ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദർശനമാണ്, അതിൻ്റെ വിഷനാണ്. ഇന്ന് മോഡേൺ സയൻസ് പോലും ബഹുമാനിക്കുന്ന ഒരു മതമായി ഹിന്ദുമതം മാറിയതിന് കാരണം, അതിലേക്ക് ഹിന്ദുമതം എത്തിക്കൊണ്ടിരിക്കുന്നതിന് കാരണം സയൻസ് കണ്ടെത്തിയ സത്യങ്ങളൊക്കെ ഭാരത ഋഷിവര്യന്മാരുടെ ദർശനമായിരുന്നു. ഉപനിഷത്തുക്കളിൽ അത് വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം നമ്മുടെ സംസ്കാരത്തെ കൂടുതൽ പ്രചരിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതര മതങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ തെറ്റായ ധാരണകൾ സമൂഹത്തിൽ അങ്ങനെ ഉറച്ചിരിക്കുകയാണ്. അതിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ നാം പ്രചരിപ്പിച്ചാൽ മാത്രമേ സമൂഹത്തിന് വ്യക്തതയുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പൂർവികർ പറഞ്ഞത് ആചരണം. നമ്മൾ ആദ്യം ആചരിക്കണം, പിന്നെ നമ്മളതിനെ പ്രചരിപ്പിക്കുകയും വേണം. അപ്പം ആചരണം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വിചാരം, ആചാരം, പ്രചാരം. അപ്പം നമ്മളിപ്പം വിചാരം ചെയ്യുകയാണ്, കേൾക്കുകയാണ്. വിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റ് ആളുകളിൽ നിന്നും മനസ്സിലാക്കി അത് ശരിയോ തെറ്റോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പം നമുക്കാദ്യം ഒരു വ്യക്തത ഉണ്ടാക്കുക. നാം ഒരു സബ്ജക്റ്റിൽ വളരെ ക്ലിയർ ആവുക. അപ്പം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ജീവിത അനുഷ്ഠാനങ്ങളെ കൊണ്ടു നടക്കാൻ പറ്റും. അങ്ങനെ വിചാരത്തിലൂടെ ആചാരത്തിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് വ്യക്തമായി ബോധ്യപ്പെടും. ആ ഒരു കൺവിക്ഷൻ ലോകത്തിലുണ്ടാകുമ്പോൾ സമൂഹത്തെ വഴിതെറ്റിക്കാൻ ഒരാൾക്കും സാധ്യമാവില്ല. ആ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ 26-ാം ശ്ലോകത്തിലൂടെ. നമുക്ക് നോക്കാം. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഖിനാം ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ. എന്താ പറയുന്നത്? ന ബുദ്ധിഭേദം ജനയേത്. ഒരിക്കലും ബുദ്ധിഭേദം ഉണ്ടാക്കരുത്, ഭേദബുദ്ധി ഉണ്ടാക്കരുത്. ഇപ്പം ഭേദബുദ്ധി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബുദ്ധി എന്ന് പറഞ്ഞാൽ അറിവാണ്. അപ്പം മറ്റുള്ളവരിൽ തെറ്റായ ഒരു ബുദ്ധി, തെറ്റായ ഒരു അറിവ് ഉണ്ടാക്കരുത്.
അപ്പം കൃഷ്ണൻ പറയുന്നത് ശരിയായ അറിവിൽ തന്നെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. അപ്പം നാം തെറ്റായ അറിവിൽ ജീവിച്ചാൽ വരുന്ന തലമുറകളും തെറ്റായ അറിവിൽ ജീവിക്കും. ഹിന്ദു മതത്തിൽ നിന്ന് പലരും മതം മാറിയിട്ടുണ്ടെങ്കിൽ, പല പെൺകുട്ടികളും ലവ് ജിഹാദ് പോലുള്ളതിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ, അത് അച്ഛനമ്മമാരുടെ അന്ധമായ ആചരണത്തിൽ അവർക്ക് താല്പര്യമില്ലാതെ പോയത് കൊണ്ടാണ്. ഹിന്ദുമതം വെറുതെ ആചരിച്ചാൽ പോരാ, അതിൻ്റെ ആചാരത്തിൻ്റെ പിന്നിൽ വിചാരമുണ്ടാവണം, അറിവുണ്ടാവണം. അപ്പം ആ ജ്ഞാനം ഇല്ലാതെ പോയാൽ, ഭേദജ്ഞാനമുണ്ടായാൽ, എന്നാൽ ബുദ്ധിഭേദം എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ ഭേദമുണ്ടായാൽ, ബുദ്ധിയിൽ വ്യക്തതയില്ലാതെ പോയാൽ, നാം അന്ധമായി വല്ലതും ആചരിച്ചാൽ നമ്മുടെ പിന്തുടർമക്കാരും കുറച്ചൊക്കെ നമ്മളെ പിന്തുടരും. അത് കഴിഞ്ഞാൽ അവർ വേറെ വഴിക്ക് പോകും. എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ അന്ധമായി നിങ്ങൾ നമ്മുടെ സംസ്കാരം പഠിപ്പിക്കരുത്. അവർക്ക് വേണ്ട പരിജ്ഞാനം കൊടുത്തുകൊണ്ട് വേണം അവരെ ക്ഷേത്ര സംസ്കാരങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത്. ചെറുപ്പത്തിലൊക്കെ അമ്പോറ്റി ഇമ്പോറ്റി എന്നൊക്കെ പറഞ്ഞ് തൊഴിപ്പിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോൾ കഥകൾ പറഞ്ഞു കൊടുക്കണം. പിന്നീട് നിങ്ങൾ അതും കഴിഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, ആരാണ് കൃഷ്ണൻ, എന്താണ് കൃഷ്ണതത്വം, എന്താണ് കൃഷ്ണൻ പഠിപ്പിച്ചത്. അങ്ങനെ അവരെ നമ്മുടെ സംസ്കാരത്തിലേക്ക് പതുക്കെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, അതായത് ആദ്യം ഒരു ആചരണം കൊണ്ടുവരണം, 2 കഥകളിലൂടെ പോകണം, 3 ആ കഥകൾക്ക് പിന്നിലുള്ള തത്വങ്ങളെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഈ തത്വങ്ങളെ എങ്ങനെയാണ് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതെന്ന അടുത്ത ലെവലിൽ അച്ഛനമ്മമാർ ജീവിക്കണം, കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാവും, ഓ, ഹിന്ദുമതം എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചല്ല പറയുന്നത്, ഇവിടെ സ്വർഗീയമാക്കാനുള്ള വഴികളാണ് പറഞ്ഞിരുന്നത്. ജീവിതം സ്വർഗമാക്കാൻ, അല്ലാതെ മരണശേഷം സ്വർഗത്തിൽ പോകാനല്ല. അപ്പം അതുകൊണ്ട് നാം നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിദ്വാൻമാരുടെ ജോലി ഈ കാര്യങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അവർ സർവകർമാണി ജോഷയേത്, അവർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വേണം മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരും ആചരിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ശ്ലോകം നമുക്കൊന്ന് ശരിക്കും മനസ്സിലാക്കാം. എന്താണ് ഭഗവാൻ പറയുന്നത്? ബുദ്ധിഭേദം ജനയേത്. പൊതുവേ ഇതിന് അർത്ഥം പറയാറെന്താ അറിയോ? ബുദ്ധിഭേദം ജനയേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വഴിതെറ്റിക്കരുത്, ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. കാരണം അജ്ഞാനം കർമ്മസംഖ്യനം, വളരെ തെറ്റായ വ്യാഖ്യാനം ഹിന്ദുക്കൾ പോലും ഇതിന് കൊടുക്കാറുണ്ടെന്ന് കാണുമ്പോൾ വളരെ സങ്കടം തോന്നും. ഞാനൊരിക്കൽ ഒരു ആചാര്യൻ തന്നെ പറയുകയാണ് സപ്താഹത്തിൽ, അതായത് അത് എന്നെപ്പോലുള്ളവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ ഡയറക്റ്റായിട്ട് കേട്ട കാര്യമല്ല, ഞാൻ വേറെ ഒരാൾ റെക്കോർഡ് ചെയ്ത് എന്നെ കേൾപ്പിച്ച കാര്യമാണ്. അപ്പോൾ അവരൊക്കെ വളരെ കഥാ ആചാര്യന്മാരാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഞാനൊരു വ്യക്തിയെ പറയില്ല, ഈ കഥ പറയുന്ന ഒട്ടുമുക്കാല ആളുകൾ അവരെന്താ പറയുന്നത് വെച്ചാൽ, ഭക്തന്മാർക്ക് ജ്ഞാനമൊന്നും വേണ്ട, വെറുതെ ഭക്തി മാത്രം മതി. ഈ ജ്ഞാനമൊക്കെ സപ്താഹത്തിൽ പറയുന്നവർ അവർ ഭക്തന്മാരെ ശരിക്കും പറഞ്ഞാൽ വഴിതെറ്റിക്കുകയാണ്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കിയത് എന്താണ്? കഥ കേൾക്കുക, തൊഴുത് പ്രാർത്ഥിക്കുക, ഈ തലത്തിൽ മാത്രം വികസിച്ചാൽ മതി, അല്ലെങ്കിൽ എത്തിയാൽ മതി. വളരെ സങ്കടം തോന്നി. കാരണം ഒരു ചെറിയ മനസ്സിൽ നിന്നും വലിയ മനസ്സിലേക്ക് ഉയരാൻ ഇവരനുവദിക്കുന്നില്ല. ഇവരൊക്കെ ഗീതയ്ക്ക് എതിരാണ് തോന്നുന്നു. കാരണം ഗീതയിൽ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായത് ജ്ഞാനമാണ്. ഏറ്റവും ഒരാളെ ജ്ഞാനം പവിത്രം, ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കൃഷ്ണൻ കണ്ടത് ജ്ഞാനത്തെയാണ്. ഭാഗവതത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്, കഥകളൊക്കെ കഥകളായിട്ട് പറയുന്ന ഒരു പൊട്ടനാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും കാണില്ല ആ ശ്ലോകങ്ങളൊക്കെ. ആ കഥകൾക്കുള്ളിലുള്ള സാരമാണ് ഗ്രഹിക്കേണ്ടത്. പിബത ഭാഗവത രസം എന്നെടുത്തു പറഞ്ഞു. വീണ്ടും 24 ഗുരുക്കന്മാരെ പറയുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പൂമ്പാറ്റ എപ്രകാരം, അല്ലെങ്കിൽ തേനീച്ച എപ്രകാരമാണോ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് തേൻ വലിച്ചെടുക്കുന്നത്, ഇതുപോലെ കഥകളിലുള്ള രസം വലിച്ചെടുക്കുന്നവരാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞു. വീണ്ടും 12-ാം സ്കന്ധത്തിൽ പറഞ്ഞു, അവിടെ സർവ വേദാന്ത സാരം തന്നെയാണ് ഈ ഭാഗവതെന്ന്, അതിൻ്റെ രസമാണ് എടുക്കേണ്ടതെന്ന്.
കഥായിമസ്തേ കഥിതാഹി രാജൻ വിധായ ലോകേശ പരേഷാം വിജ്ഞാന വൈരാഗ്യ വിഭക്ഷയോ വിഭോ നജോ വിഭൂതിർനതു പാരമാർത്ഥി. ഈ കഥകൾ അതുപോലെ പറയുന്ന ഒരു പൊട്ടനാണ്. ഞാൻ എടുത്തു പറയട്ടെ, ദയവ് വിചാരിച്ച് നിങ്ങൾ ഈ കഥകളുടെ ഉള്ളിൽ കുരുങ്ങരുത്. കഥകളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, തെറ്റാണ് എന്നല്ല. കഥകൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ചരിത്രം കഴിഞ്ഞു പോകുന്നു. ആ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഗാന്ധിജി കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യ സമരം നേടി. ഗാന്ധിജി ഏത് ആശയങ്ങളെയാണ് കൊണ്ടു നടന്നത്, അതാണിന്ന് പ്രസക്തി. അല്ല, ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ച് ഞാൻ ഗാന്ധിജിയായത് മാറണം പൂജിച്ചുകൊണ്ട് എന്ത് കാര്യം? അപ്പോൾ ഇതുപോലെ കൃഷ്ണൻ നമുക്ക് തന്നിരിക്കുന്ന ഗീതയും ഭാഗവതത്തിലെ രസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പ്രയോജനമുള്ളത്. അല്ലെങ്കിൽ അത് വായിച്ച കഥകളോ, കൃഷ്ണൻ പണ്ട് പശുവിൻ്റെ പിന്നാലെ നടന്നു, കൃഷ്ണൻ പണ്ട് ഒറ്റവിരലും കൊണ്ട് പർവ്വതം, നമുക്കെന്ത് കാര്യം? ഇറ്റ്സ് ഓൾ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് മിസ്റ്ററി കണ്ടുപിടിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു ജീവിതമായി രൂപപ്പെടുന്നത്. അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം. നിൽക്കട്ടെ, അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ലളിതമാണ്. ഭാഗവതവും ഭഗവത്ഗീതയും മനസ്സിലാക്കാൻ വളരെ ലളിതമാണ്. എന്താണ് കൃഷ്ണൻ പറയുന്നത്? എന്നെ ബുദ്ധിഭേദം ജനയേത്, ബുദ്ധിക്ക് ഭേദമുണ്ടാവരുത്, നമുക്ക് വ്യക്തതയുണ്ടാവണം എന്നർത്ഥം. മനസ്സെന്ന് പറയുന്ന ഒരു ശക്തി വിശേഷം അത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിതം എന്താണെന്ന് അറിയാനും അനുഭവിക്കാനും പറ്റുന്നത്. എല്ലാവർക്കും മനസ്സ് ഉള്ളത് കൊണ്ടല്ലേ ജീവിതത്തെക്കുറിച്ച് അറിയാനും അനുഭവിക്കാനും പറ്റുന്നത്. നിങ്ങൾ കാലത്തുണരുന്നു. നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞ ശ്രദ്ധാപൂർവം കേട്ടു നോക്കൂ, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. കാലത്തുണർന്നു. ആരാണ് ഉണർന്നത്? നിങ്ങൾ പറയുമോ ഞാൻ ഉണർന്നു. ഹൂ ഈസ് ദിസ് ഞാൻ? ഞാൻ ആരാണ്? ഞാൻ എന്ന് പറയുന്നത് കേവലം ശരീരമാണോ? ശരീരമാണ് ഉണർന്നതെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ ധരിച്ചോളൂ. ശരീരമാണ് ഉണർന്നെങ്കിൽ ഈ ശരീരത്തിന് കിടന്നുറങ്ങുമ്പോൾ അതെന്തേ താനങ്ങോട്ട് ഉണരാത്തത്? അപ്പം നിങ്ങൾ പറയും ഞാൻ ഉറങ്ങി കിടക്കുകയാണ്. ആരുറങ്ങി? ഞാനുറങ്ങി. ആരെയും ഞാൻ? ശരീരം ഉറങ്ങിയെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ, അപ്പോഴും നിങ്ങൾക്കൊരബദ്ധം പറ്റും. ഈ ഉറങ്ങിക്കിടക്കുന്ന ശരീരത്തിൽ സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉണർന്ന പോലെയാണ് സ്വപ്നം കാണുന്നത്. ശരീരം ഉണർന്നിട്ടില്ല, ശരീരം അപ്പോഴും കിടക്കുകയാണ്. നിങ്ങൾ സ്വപ്നത്തിൽ പല സ്ഥലത്തും പോകുന്നു, പലരെയും കാണുന്നു, പലതും കണ്ട് പേടിക്കുന്നു. ശരീരം അറിഞ്ഞിട്ട് പോലും ഇല്ല. ശരീരം അപ്പോഴും മുറിയുടെ അകത്ത് കട്ടിലിൽ കിടക്കയിൽ സുഖമായിട്ട് കിടക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് വളരെ ആക്റ്റീവാണ്. നിങ്ങൾ ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ സ്വപ്നത്തിൽ അങ്ങനെ സജീവമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. അപ്പം നിങ്ങളുടെ ശരീരമാണ് ഉണർന്നതെങ്കിൽ നിങ്ങളെങ്ങനെ സ്വപ്നത്തിൽ ഉണരുന്നു? അപ്പം നിങ്ങൾ പറയും സ്വപ്നം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ഹലൂസിനേഷനാണ്. അപ്പോൾ ഈ മനസ്സെന്ന് പറയുന്നത് എന്താ? അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് സമ്മതിച്ചു തന്നല്ലേ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ മനസ്സിന് സുഖമില്ല, എൻ്റെ മനസ്സിനൊരു സന്തോഷമില്ല, എൻ്റെ മനസ്സിനൊരു സംതൃപ്തിയില്ല. മനസ്സ് എന്താ? ഈ മനസ്സുള്ളത് കൊണ്ടല്ലേ എനിക്ക് സുഖമുള്ളത്, മനസ്സുള്ളത് കൊണ്ടല്ലേ സംതൃപ്തിയുള്ളത്, മനസ്സുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഉണരുന്നത്. മനസ്സില്ലാതെ നിങ്ങൾക്ക് ഉണരാൻ പറ്റുമോ? മനസ്സോട് കൂടിയല്ലേ നിങ്ങൾ ഉണരുന്നത്. എന്താണ് ഈ മനസ്സ്? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും മതങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ മനസ്സിനെക്കുറിച്ച്? എന്നാൽ ഹിന്ദുമതം പഠിപ്പിക്കുന്നത് മുഴുവൻ നിങ്ങളുടെ മനസ്സിനെക്കുറിച്ചാണ്. മനസ്സിനെക്കുറിച്ചറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗീതയും ഭാഗവതവും പഠിക്കണം. നിങ്ങളുടെ മനസ്സിനെ അറിയാൻ. എന്തിനാ മനസ്സിനെ അറിയുന്നത്? മനസ്സുള്ളത് കൊണ്ടാണ് ജീവിതം. മനസ്സിലേക്ക് ജീവിതമില്ല. ഈ മനസ്സ് ഇല്ലായിരുന്നു എങ്കിൽ, അങ്ങനെ കരുതുക, മനസ്സെന്നൊരു സാധനം ഇല്ലേ, ജീവിതമുണ്ടോ? മനസ്സുള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിതമുള്ളത്. ഞാൻ ചോദിക്കട്ടെ, മരണാനന്തരം സ്വർഗത്തിൽ പോകുമെന്നാണ് ഇസ്ലാം മതവും ക്രിസ്തു മതവും പഠിപ്പിക്കുന്നത്. പാപം ചെയ്തവരെ ദൈവം നരകത്തിലേക്കാക്കുന്നു. ശരീരം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോവില്ല. കാരണം അതിവിടെ കത്തിച്ച് കളയുന്നു ഹിന്ദുക്കൾ. അത് കുഴിച്ചിട്ട് മണ്ണിലേക്ക് അങ്ങനെ അലിഞ്ഞു ചേർന്ന് നിങ്ങൾ ഏത് ശ്മശാനത്തിൽ പോയാലും, ക്രിസ്ത്യൻ ശ്മശാനങ്ങൾ, അവരെ സെമിത്തേരികളിൽ പോയാൽ, മുസ്ലിം കബറടക്കിയ സ്ഥലങ്ങളിൽ പോയാൽ, ഒരു 5-6 വർഷം കഴിഞ്ഞ് മനുഷ്യനെ കുഴിച്ചിട്ടെടുത്ത് പോയ ഒരു സ്കെൽറ്റൻ അവിടെ കിടക്കുന്നുണ്ടാവും. ആ ദേഹം മുഴുവൻ അങ്ങനെ മണ്ണിലേക്ക് ദ്രവിച്ച് പോയി. വെറും ഒരു സ്കെൽറ്റൻ, തലയോടും കുറച്ച് വാരിയെല്ലുകളും കാലൊക്കെ അവിടെ കിടക്കണതാണ്. ചിലരുടെ അതും പൊടിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുക. അപ്പം പിന്നെ മരിച്ച് എന്താ പോയത്?
മരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ. നിങ്ങൾ പറയും മരണത്തോടുകൂടിയൊക്കെ കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? അപ്പം നിങ്ങൾ പറയുന്നു മരണത്തിന് ശേഷം സ്വർഗം നരകം. അപ്പം ദൈവം ഈ സ്വർഗ നരകത്തിലേക്ക് ആരെയാണ് കൊണ്ടുപോകുന്നത്? എന്തിനെയാണ് കൊണ്ടുപോകുന്നത്? ഇനി നിൽക്കട്ടെ, ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം. കാരണം നിങ്ങളത് അന്വേഷിക്കണം, എന്താണ് ഇതൊക്കെയെന്ന്. അല്ലാതെ അന്ധമായിട്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നൊക്കെ പറയരുത്. ഇനി സ്വർഗം എന്ന് പറയുന്നത് അടിച്ചുപൊളിയൊരു സ്ഥലമാണല്ലോ. അവിടെ ഡാൻസ് കളിക്കാൻ പെൺകുട്ടികൾ, കള്ളിന് വേണ്ടത്ര കള്ള്, മാംസം, മുസ്ലിങ്ങളുടെ മതം എടുത്തു നോക്കി, സ്വർഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ കേരളത്തിലെ കരിമീൻ വരെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള സ്വർഗങ്ങളാണ്. പിന്നെ അവിടെ ചക്ക, മാമ്പഴമൊക്കെ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. നിൽക്കട്ടെ, ഇതൊക്കെ ഇരുന്നോട്ടെ. ഇതൊക്കെ ചക്കയാണ്, മാമ്പഴമാണ്, ഇത് കള്ളാണ്, ഇത് ഈ എന്നൊക്കെ തിരിച്ചറിയുന്നത് മനസ്സെന്നൊരു ശക്തി ഉള്ളത് കൊണ്ടല്ലേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ സ്വർഗത്തിൽ പോയി അനുഭവങ്ങൾ അനുഭവിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്നത് നശിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് സ്വർഗം ചിന്തിക്കാൻ പറ്റുന്നത്? മനസ്സിന് നാശമുണ്ടോ? ആ ഒരു കാര്യം നിങ്ങൾ എന്താ പഠിക്കാത്തത്? ഈ മനസ്സ് നശിച്ചിരുന്നു എങ്കിൽ, മരണത്തോടുകൂടി നശിച്ചിരുന്നു എങ്കിൽ അതിന് സ്വർഗം എന്നൊരനുഭവത്തെ അനുഭവിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. മനസ്സില്ലാതെ നിങ്ങൾക്ക് അനുഭവം തിരിച്ചറിയാൻ പറ്റുമോ? മനസ്സെന്നൊരു ശക്തി, കോമയിൽ കിടക്കുന്ന ഒരാൾ, അയാൾ എവിടെ കിടക്കുന്നത് പോലും അറിയുന്നില്ല. നിങ്ങൾ പറയും ബോധമില്ല എന്ന്. അപ്പോൾ ബോധമുണരുക എന്ന് പറഞ്ഞാൽ മനസ്സുണരുകയാണ്. മനസ്സ് ഉണരുമ്പോഴല്ലേ ആളുകളെ തിരിച്ചറിയുന്നത്? മനസ്സുണരുമ്പോഴല്ലേ വിചാരങ്ങളുള്ളത്, ചൂടും തണുപ്പും അറിയുന്നത്. നിങ്ങൾ നല്ല AC റൂമിൽ അങ്ങനെ കിടക്കണോ, നല്ല ഉറക്കത്തിലാണെങ്കിൽ തണുപ്പറിയുന്നുണ്ടോ, ചൂടറിയുന്നുണ്ടോ, വല്ലതും അറിയുന്നുണ്ടോ? മനസ്സുണരുന്നതോടുകൂടിയിട്ടാണ് എന്തൊരു തണുപ്പാ, എന്തൊരു ചൂടാ എന്നൊക്കെ പറയണത്. അപ്പോൾ ഈ സ്വർഗത്തിലുള്ള സകല സുഖങ്ങളും നിങ്ങൾക്കറിയണമെങ്കിൽ മനസ്സെന്ന് പറയുന്നൊരു ശക്തി ഉണ്ടാവണം. അപ്പോൾ ഭൂമിയിൽ നിങ്ങൾ അനുഭവിച്ച അനുഭവങ്ങളൊക്കെ ഏതൊരു മനസ്സാണോ നിങ്ങൾക്ക് തന്നത്, ആ മനസ്സ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കൊക്കെ പോകുന്നു എന്നല്ലേ ഇപ്പം നിങ്ങൾ പറയുന്നത്? ദുരിതങ്ങൾ അടങ്ങിയിരിക്കുന്ന ദുരിതാനുഭവങ്ങൾ അറിയാനും നിങ്ങൾക്ക് മനസ്സ് വേണം. സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിക്കാനും മനസ്സ് വേണം. അപ്പം നമ്മൾ ചോദിക്കണ്ടേ, ഈ മനസ്സ് എന്താണ്? ഈ മനസ്സ് എവിടെ നിന്നാണ് വന്നത്? ഇത് സ്വർഗത്തിൽ നിന്ന് വന്നതാണോ? ഇത് ദൈവം സൃഷ്ടിച്ചതാണോ? ഇനി ആരാണ് ആ ദൈവം? എന്താണ് ആ ദൈവം? നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് പറയുന്നതൊക്കെ ദൈവം സൃഷ്ടാവാണെന്നുള്ളതാണ്. എന്നാൽ ദൈവം വെളിച്ചമാണ് നിങ്ങൾ പറയുന്നു, പ്രകാശമാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മതത്തിൽ പ്രകാശമേ വെളിച്ചമേ നയിച്ചാലെന്ന്. ഇന്ന് ആധുനിക ഫിസിക്സ് പോലും ഈ വെളിച്ചത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വെളിച്ചം എന്ന് പറയുന്ന ശക്തി, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ വെളിച്ചം, അതിൻ്റെ വേഗത, സ്പീഡ്, ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ളതാണ് വെളിച്ചം. അത് കഴിഞ്ഞാലാണ് സൗണ്ട്. വെളിച്ചവും സൗണ്ടും ഇത് രണ്ടുമാണല്ലോ ഏറ്റവും ഊർജത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ രണ്ട് ഭാവങ്ങൾ. ഏറ്റവും സൂക്ഷ്മമായ ശക്തി, ആ വെളിച്ചത്തിൻ്റെ വേഗത. പണ്ട് കാലത്ത് കരുതിയിരുന്നത് അത് വൈവിധ്യങ്ങളാണെന്നാണ്, വ്യത്യസ്തതകളാണെന്ന്. ഇന്നിപ്പോൾ ശാസ്ത്രലോകം സമ്മതിച്ചിരിക്കുന്നു വെളിച്ചത്തിൻ്റെ വേഗത എല്ലായിടത്തും ഒരുപോലെയാണ്. എല്ലാ സ്ഥലങ്ങളിലും എവിടെയും അതിൻ്റെ വേഗത ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ അത് സർവത്ര വ്യാപനത്വം ഉള്ളതാണ്. അപ്പോൾ ഈശ്വരനോട് തുല്യം നിൽക്കാവുന്നൊരു കാര്യം വെളിച്ചമാണ്. കാരണം അത് തുല്യ വേഗതയുള്ളതാണ്, തുല്യമായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അറിയില്ല. അതായത് ഈ പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു എന്നതിന് ശാസ്ത്രലോകത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ പ്രപഞ്ചം രൂപപ്പെട്ടതെല്ലാം ഊർജത്തിൻ്റെ അതിസൂക്ഷ്മമായ തരംഗങ്ങളിലൂടെയാണ്. ആ സൂക്ഷ്മമായ തരംഗങ്ങൾ അത് പലതുമായി കൂടിച്ചേർന്ന് ഗ്യാസായി, അത് പിന്നീട് ദ്രവമായി, അത് പിന്നെ സോളിഡായിട്ട് തീർന്നു, അത് ഖരമായി തീർന്നു. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും രൂപപ്പെട്ടത്. അതൊരു ഇവല്യൂഷനാണ്, ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്ന സൂക്ഷ്മമായ ശക്തിയിൽ നിന്നാണ്. ആ സൂക്ഷ്മത ഇല്ലായിരുന്നുവെങ്കിൽ, ചൂട്, വെളിച്ചം, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും വികസിക്കുകയില്ല.
അപ്പോൾ ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞു, ഈ സൂക്ഷ്മ ഊർജം ശ്രദ്ധിക്കണം നിങ്ങൾ. ആ സൂക്ഷ്മ ഊർജം എന്ന് പറയുന്നത്, വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന ഈ പ്രകാശമല്ല. ആ പ്രകാശത്തെ പോലും അറിയിപ്പിച്ചു തരുന്ന ഒരു ബോധ ഊർജമുണ്ട്. ബോധം എന്നൊരു ശക്തി ഉള്ളത് കൊണ്ടല്ലേ മറ്റു വെളിച്ചത്തെ നമുക്കറിയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ വേഗത നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? മനസ്സ് എത്ര വേഗതയിലാണ് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന കാര്യം നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും. മനസ്സുകൊണ്ട് ഭാവനയിലെത്താൻ പറ്റും. നിങ്ങൾ സ്വപ്നത്തിൽ തന്നെ സെക്കൻഡ് നേരത്തേക്ക് കണ്ട സ്വപ്നത്തിൽ എത്ര കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം മനസ്സിൻ്റെ വേഗത ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പം വെളിച്ചത്തിന് വേഗത, ആ വെളിച്ചത്തെക്കാളും വേഗതയുള്ള ചിന്തകൾ, വെളിച്ചത്തെ പോലും അറിയാൻ സാധിക്കുന്ന ബോധം, നിങ്ങളൊന്ന് പുറകോട്ട് വന്നു നോക്കൂ, അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവസാനം നമുക്കറിയാൻ സാധിക്കും, എല്ലാം വന്നിരിക്കുന്നത് അറിയാൻ സാധിക്കുന്ന ഒരു ബോധ ഊർജത്തിൽ നിന്നാണ്. ആ ബോധ ഊർജത്തെയാണ് നിങ്ങൾ ഈശ്വരൻ എന്ന് വിളിക്കേണ്ടത്. അതിനു പകരം നിങ്ങൾ സ്വർഗത്തിലൊരു കാരണവരായിട്ട് അയാളെ എടുത്തിരിക്കുന്നു മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ്, എല്ലാം വന്നിരിക്കുന്ന ഒരു ബോധ ഊർജത്തിൽ നിന്നാണ്. ആ ബോധ ഊർജത്തിലെ തരംഗമാണ് ചിന്തകൾ. ആ ചിന്തകളാണെങ്കിൽ രണ്ട് തലങ്ങളുണ്ട് നമുക്ക്. ഒന്ന് ഉപബോധ മനസ്സിലെ ചിന്തകളും ബോധ മനസ്സിലെ ചിന്തകളും. നമുക്ക് വേണമെങ്കിൽ പറയാം ലോവർ പ്ലെയിൻ തോട്ട്സും ഹയർ പ്ലെയിൻ തോട്ട്സും. അതായത് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, വെളിച്ചത്തിൽ തന്നെ വെളിച്ചത്തിൻ്റെ അഭാവം ഇരുട്ട് താഴെയാണ്. ഇരുട്ട് എപ്പോഴും താഴോട്ടാണ് വ്യാപിക്കുന്നത്, വെളിച്ചം എപ്പോഴും മുകളിലേക്കാണ് പ്രകാശിക്കുന്നത്. ഇതുപോലെ നമ്മളിലെ ദുർബല വികാരങ്ങളൊക്കെ താഴോട്ടും ശ്രേഷ്ഠ വിചാരങ്ങളൊക്കെ മുകളിലേക്കും. അപ്പം നിങ്ങൾ ആ ലോകത്തെ ഒന്ന് കണ്ടു നോക്കൂ. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഒരു കാലത്ത് ലിക്വിഡായിരുന്നു. ലിക്വിഡ് വന്നത് ഗ്യാസിൽ നിന്നാണ്. ആ ഗ്യാസിനെ പലതാക്കി മാറ്റിയ ഊർജ്ജ തരംഗങ്ങൾ, അത് ശബ്ദ തരംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രകാശമുണ്ട്, പ്രകാശത്തിൽ ചൂടുണ്ട്. ഇതൊക്കെ ഈ ചേർന്നതാണ് ഈ പ്രപഞ്ചമായി വികസിച്ച് രൂപങ്ങളായി നിൽക്കുന്നതെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം എല്ലാവരും വന്നിരിക്കുന്നത് അനന്തമായ ഊർജ്ജശക്തിയിൽ നിന്നാണ്, സ്വർഗത്തിൽ നിന്നോ നരകത്തിൽ നിന്നോ ഒന്നുമല്ല. ഇതല്ലേ ഇന്നത്തെ ആധുനിക സയൻസ് പഠിപ്പിക്കുന്നത്. ആധുനിക സയൻസ് പറയും E=mc² എന്ന ഐൻസ്റ്റീനിയൻ സയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്ടനും ഗലീലിയും ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ പ്രപഞ്ചം രൂപപ്പെട്ടത് അനന്ത ഊർജത്തിൽ നിന്നാണ്. ഭാരതീയ ഋഷിവര്യന്മാരും ഇത് തന്നെ പറഞ്ഞു. ഊർജം പൂർണ്ണമാണ്. പൂർണ്ണതയുടെ വ്യാപനത്വവും അതിൻ്റെ വേഗതയൊക്കെ എല്ലായിടത്തും ഒരുപോലെയാണ്. അതൊരിക്കലും ഒരിടത്തും കൂടുതലും കുറയലും ഇല്ല. അതുകൊണ്ടാണ് പൂർണ്ണം എന്ന്. ഇന്ന് സയൻസ് അതിനെ ഇൻഫിനിറ്റ് എന്ന് വിളിക്കണം. അതുകൊണ്ട് ഋഷി പറഞ്ഞു പൂർണ്ണമത പൂർണ്ണമിതം. എവിടുന്നാണ് വന്നത്? പൂർണ്ണതയിൽ നിന്ന്. എല്ലാവരും പൂർണ്ണമായ ഊർജത്തിൽ നിന്നാണ് വന്നത്. ഊർജം കൂടുന്നുമില്ല, ഊർജം കുറയും. നീദർ എനർജി ക്യാൻ ബി ഡിസ്ട്രോയിഡ് നോ ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ്, ബിക്കോസ് ഇറ്റ്സ് എവർ ദെയർ. അപ്പം ആ ഒരു ഊർജ്ജശക്തിയിൽ നിന്ന് നാം വന്നുവെങ്കിൽ, നാം ഇപ്പോൾ ഈ രൂപത്തിൽ നിൽക്കുമ്പോഴും രൂപങ്ങളൊക്കെ ഊർജത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ മനസ്സ് ഊർജമല്ലേ? അതിന് രൂപമുണ്ടോ? മനസ്സൊരു ഊർജമല്ലേ? ആ ഊർജമായിരിക്കുന്ന മനസ്സ്, ശ്രദ്ധിക്കുക നിങ്ങൾ, ഊർജമായിരിക്കുന്ന മനസ്സ് അത് എവിടേക്കാണ് പോവുക എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. കാരണം അത് എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന ഒന്നാണ്. ഇവിടെ ഇരുന്ന് അതിന് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും. അപ്പോൾ ഒരു മരണാനന്തരം അതിന് സ്വർഗത്തിൽ പോകേണ്ടതില്ല. ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് സ്വർഗത്തെ ഭാവന ചെയ്യാം. കാരണം അതൊക്കെ നമ്മുടെ ഭാവനയിലാണ്, വേറെ എവിടെയല്ല. നിങ്ങൾ ഈ അനുഭവിക്കുന്നൊക്കെ നിങ്ങളുടെ ഭാവനയിലാണ്. നിങ്ങളുടെ ഭാവന ശരിയല്ലെങ്കിൽ നല്ലതുപോലും നിങ്ങൾക്ക് ഉണ്ടായിട്ട് കാര്യം, നിങ്ങൾക്ക് സ്വർഗവും നരകമായി തീരും. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ദുഷ്ടചിന്തകളാണെങ്കിൽ, മനസ്സ് മുഴുവൻ ക്രൂരചിന്തകളാണെങ്കിൽ, അസൂയ, വിദ്വേഷം ഇതൊക്കെ നിറഞ്ഞതാണെങ്കിൽ സ്വർഗം പോലും നിങ്ങൾക്ക് നരകമാണ്. ഇത് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് തന്നെ അനുഭവമുണ്ടായിരിക്കും. നിങ്ങളുടെ സ്വന്തം മനസ്സിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് വിഷമവും വേദനയും അസ്വസ്ഥതയും വന്ന് നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ പോലും മഹാ ദുരിത അനുഭവങ്ങളായി തീർന്നിട്ടുണ്ടാകും. വീട്ടിലാരെങ്കിലും മരിച്ചു കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കേട്ടാൽ എത്ര സന്തോഷിക്കാൻ പറ്റും അതിൽ?
കാരണം ഓൾറെഡി മനസ്സ് ദുഃഖത്തിലാണ്. ഇതുപോലെ അസൂയ ഉള്ളവൻ സ്വർഗത്തിൽ പോയിട്ട് എന്ത് കാര്യമുണ്ട്? കാരണം അവൻ നോക്കുമ്പോൾ അവൻ എന്താ പറയുക, നല്ല സുന്ദരികളായ പെൺകുട്ടികൾ വേറെ ആത്മാക്കളുടെ കൂടെ നൃത്താടുന്നു, ഇവനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇവൻ സ്വർഗത്തിൽ പോലും നരകിയല്ലേ, വേദനിക്കുകയല്ലേ? കാരണം മനുഷ്യ മനസ്സിൽ സ്വാർത്ഥത, വിദ്വേഷം, മത്സരം, ഈ ചിന്തകളുണ്ടെങ്കിൽ ഇവിടെ സന്തോഷം കണ്ടെത്താൻ പറ്റാത്തവന് എങ്ങനെ ഇനി മറ്റൊരു സ്ഥലത്ത് സന്തോഷം കണ്ടെത്താൻ പറ്റും? സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്കല്ല പോവേണ്ടത്. ഇത് തെറ്റായ ധാരണയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രകാശത്തിൻ്റെ വേഗത എല്ലായിടത്തും ഒരുപോലെ എന്ന് പറഞ്ഞ പോലെ ഈ മനസ്സിൻ്റെ വേഗത അതുപോലെ തന്നെയാണ്. ആ വേഗത അതിനെവിടെ വേണമെങ്കിലും ഇവിടുന്ന് പോകാം. പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ പോകുന്നത്? ഇവിടെ തന്നെ ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങൾ സ്വയം ചോദിക്കുക, നിങ്ങൾക്ക് സ്വർഗത്തിലേക്കാണോ പോകണം? സ്വർഗത്തിൽ പോയാൽ എല്ലാം തികഞ്ഞോ? സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് തൃപ്തരാകുമോ? സ്വർഗത്തിൽ പോയാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകുമോ? സ്വയം ചോദിക്കുക. തെറ്റിദ്ധരിപ്പിക്കരുത് ആളുകളെ. സ്വർഗത്തിലേക്ക് പോയാലും മനസ്സ് ശരിയല്ലെങ്കിൽ അത് നരകമാണ്. മനസ്സ് ഇവിടെ സ്വർഗീയമായ സുഖങ്ങൾക്കുള്ളിൽ നരകം അത് കണ്ടെത്തുമെന്നുവെങ്കിൽ അങ്ങനെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ പോലും അവിടെയും അത് നരകമാക്കും. മനസ്സ് നേരെയാക്കാതെ എവിടെയും പോയിട്ട് കാര്യമില്ല. അല്ലാതെ മനസ്സിനെയും കൊണ്ട് എവിടെയും കൊണ്ടുപോകാനല്ല ശ്രമിക്കേണ്ടത്, മനസ്സ് നേരെയാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതെങ്ങനെയാണ് ശരിയാക്കുക? കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ ശ്ലോകം അതിഗംഭീരമാണ്, വിശദമായി പഠിക്കേണ്ടതുണ്ട്. കാരണം ആരുടെയും ബുദ്ധിഭേദം വരുത്തരുതെന്നാണ് കൃഷ്ണൻ പറയുന്നത്. വ്യക്തത വേണം. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ക്ലാരിറ്റി വേണം. നമ്മുടെ മനസ്സാണ് ജീവിതത്തിൻ്റെ അടിത്തറ. മനസ്സ് നേരെയാവാത്തവർക്ക് ജീവിതം സ്വർഗമായാലും നരകം തന്നെ. ഈ സത്യം നമുക്ക് ലോകത്തിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. മനസ്സ് നേരെയാവാത്തവൻ എവിടെ പോയിട്ടും കാര്യമില്ല. അപ്പം അതുകൊണ്ട് ആ മനസ്സിനെ നേരെയാക്കാനല്ലേ ഇവിടെ ശ്രമിക്കേണ്ടത് എന്ന് നാം പരിശീലിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. ഹരി.